ഒരു സിസ്റ്റത്തിൽ 3 OS ചെയ്യാൻ പറ്റുമോ? പറ്റില്ലായിരിക്കും. ഒരു സിസ്റ്റത്തിൽ 3 OS ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ചേട്ടാ ഒരു സിസ്റ്റത്തിൽ 3 OS ചെയ്യാൻ പറ്റുമോ? 3 അല്ല, നമുക്ക് 4-5 OS. ഒരു ഇന്റർവ്യൂ എടുത്താലോ? പിന്നെ ലൈറ്റ്സ് ഓൺ, ക്യാമറ റോളിംഗ്. അപ്പൊ ഗൈസ് ശരിയാണ്, 3 OS നമുക്ക് ഇന്ന് ചെയ്തു തരുന്നത് ഹരിയാണ്. ഹരി ഗീക്ക് ബോസിന്റെ കെയറിന്റെ ഹെഡാണ് കേട്ടോ. അപ്പൊ ഹരി ഇന്ന് 3 OS ആണോ ചെയ്യുന്നത്? എങ്ങനെയാണ്? നമുക്ക് 3 കൂടുതൽ OS ആണെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം ഇന്ന് എത്ര OS ആണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? നമുക്ക് ഫസ്റ്റ് ടൈം ഒരു ട്രൈ എന്നുള്ള രീതിക്ക് 3 OS ചെയ്യാം. 3 OS ചെയ്യാം. അപ്പം അഡീഷണൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. 4 OS വരെ ഞാൻ ഹരി പുഷ് ചെയ്യുന്ന നേരത്തെ എനിക്കൊരു വാക്ക് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ 4 OS ഒരു സിസ്റ്റത്തിൽ നമുക്ക് 4 കൂടുതൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്കതിൽ 5ഉം 6ഉം ഒക്കെ OS ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ലിനക്സും വിൻഡോസും ഒരു PC-യിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ മാക്, ലിനക്സ്, വിൻഡോസ്, ആൻഡ്രോയിഡ് OS അല്ലേ, അതെല്ലാം കൂടെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഹരി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ പറഞ്ഞുതരും. പക്ഷേ വീഡിയോയിലെ മെയിൻ സെക്ഷനിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയായിരിക്കും എന്തൊക്കെയാണ് അതിന്റെ പർപ്പസ് എന്താണെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. അപ്പം എന്തിനാണ് ഈ 4 OS അല്ലെങ്കിൽ 3 OS ഒരു PC-യിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? അതിപ്പോൾ അറ്റ് എ ടൈം നമുക്ക് ഒരു PC തന്നെ ഇപ്പോൾ മാക് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർക്ക് മാക് ബുക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ആവശ്യമില്ല. ഇപ്പം എക്സ്കോ ഡെവലപ്പർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്പിംഗ് ഒക്കെ ഉണ്ട്. ഡെവലപ്പിംഗ് ഇപ്പോൾ ഫൈനൽ കട്ട് പ്രോ യൂസ് ചെയ്യണമെന്നൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ചെറിയ രീതിയിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്നവർക്ക് നമുക്കൊരു സിംഗിൾ PC-യിൽ ഇതെല്ലാം കൂടെ ചെയ്യാൻ പറ്റും. അതായത് ഒരു PC-യിൽ തന്നെ മാക് FCP യൂസ് ചെയ്യാം, എന്നാൽ വിൻഡോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയറും യൂസ് ചെയ്യാം. ഓക്കെ, നല്ല കാര്യം. അതേപോലെ തന്നെ കോഡിംഗ് ഉപയോഗിക്കുന്നവർക്ക് ഡെവലപ്പേഴ്സിനും അതൊരു ഗുണമാണ്. അപ്പൊ ആൻഡ്രോയിഡ് OS കൂടെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ലേ? ആൻഡ്രോയിഡ് OS ചെയ്യാം. നമുക്ക് ഇപ്പൊ കറന്റ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉബുണ്ടു ആണ് ഇതിന്റെ കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഉബുണ്ടു, മാക്, വിൻഡോസ്. ഓക്കെ, ട്രിപ്പിൾ ബൂട്ട് ആണ് നമ്മളപ്പോൾ ഇതിൽ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതെന്തായാലും ഹരി ഡീറ്റെയിൽ പറഞ്ഞുതരും. പിന്നെ എനിക്ക് അറിയേണ്ടത്, ഇത് ബഡ്ജറ്റ് ഒരു കൺസ്ട്രെയിന്റ് ആണോ? നമ്മുടെ പ്രേക്ഷകർ പലരും ചിലർക്ക് ബഡ്ജറ്റ് കോൺഷ്യസ് ആയിട്ടുള്ളവരുണ്ട്. അപ്പം ബഡ്ജറ്റ് PC ഒരു എത്ര, അല്ലെങ്കിൽ ബഡ്ജറ്റ് അല്ല, ഇതിന് എത്ര ബഡ്ജറ്റ് മിനിമം സ്റ്റാർട്ടിങ് വേണ്ടി വരും ഇങ്ങനെ ഒരു PC-യിൽ ബഡ്ജറ്റിന്റെ കേസ് ചോദിക്കുമ്പോൾ മാക് OS അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഉബുണ്ടു ഇല്ലെങ്കിൽ ഇപ്പോൾ ലിനക്സിന്റെ മിന്റ്, കാലി ലിനക്സ് ഇല്ലെങ്കിൽ ആ രീതിക്കുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയർസ്, ഇപ്പോൾ ഫിനിക്സ് OS ആണ് ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമുക്കത് ട്രൈ ചെയ്യുന്നില്ല, ഉബുണ്ടു വരെ ചെയ്യുന്നുള്ളൂ. അത് ആൻഡ്രോയിഡ് ബേസ്ഡ് ഒരു OS ആണ്. ഇപ്പോൾ ഈ ഫ്രീ ഫയർ അങ്ങനത്തെ ഗെയിംസിനൊക്കെ വേണ്ടിയിട്ട് മെയിൻലി നമുക്ക് ഈ 3 OS-ൽ മാക് ഒഴിച്ച് ബാക്കിയുള്ള ചെയ്യാനാണെങ്കിൽ ഒരു എൻട്രി ലെവൽ സിസ്റ്റം മതിയാവും. ഒരു 30-35 റേഞ്ചിന്റെ ഒരു സിസ്റ്റം. 35,000 PC ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. അതെ, മാക് ചെയ്യാനാണെങ്കിൽ നമുക്ക് അഡീഷണൽ ഒരു AMD-യുടെ ഒരു ഗ്രാഫിക്സ് കാർഡ് കൂടെ ആവശ്യം വരും. ആ കാർഡിന്റെ എമൗണ്ട് കൂടെ നമുക്ക് അഡീഷണൽ വരും. പിന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് മാക് OS ഒരു സെപ്പറേറ്റ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഒരു സിംഗിൾ SSD കൂടെ അതിനോട് ആവശ്യമുണ്ട്. ഓക്കെ, അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മള് വിൻഡോസും ലിനക്സും എന്നാലും വലിയ ഡിഫറൻസ് വരില്ല അല്ലേ? ഓക്കെ, അപ്പം ചുരുക്കം പറഞ്ഞാൽ ഗൈസ്, നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ, ഗെയിമർ, സ്ട്രീമർ എന്തായിക്കോട്ടെ, നിങ്ങൾ മൾട്ടിപ്പിൾ OS ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കഴിഞ്ഞ വീഡിയോ നമ്മുടെ GeekBoZ കെയറിനെ പറ്റി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പല ഫീച്ചേഴ്സും സർവീസസും നമ്മൾ അനൗൺസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ OS-ന്റെ എന്താ പറയുക, ഒരു വെറൈറ്റിയാണ് ഹരി എന്ന് നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി GeekBoZ കെയറിനെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു PC-യിൽ എന്തെങ്കിലും ക്രാഷ് ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ OS ഉള്ളതുകൊണ്ട് ഫെയിലിയർ ആവാനുള്ള എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ? ഇല്ല, അങ്ങനെ വരാത്ത രീതിയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഉബുണ്ടു ഇപ്പം നമുക്ക് ഉബുണ്ടു വിൻഡോസ് വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ SSD-ൽ ചെയ്യാം. അതുകൊണ്ട് വേറെ വലിയ പ്രശ്നം വരത്തില്ല. ഏറ്റവും നല്ലത് നമുക്കിപ്പോൾ ക്രാഷ് അങ്ങനത്തെ ഒരു പേടിയുള്ളവരാണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഓരോന്നിനും ഓരോ SSD അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു സ്റ്റോറേജ് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നിനും ഒരു കുഴപ്പം വരത്തില്ല. അതായത് ഒരു PC-യിൽ മൾട്ടിപ്പിൾ OS, അതാണ് കോൺസെപ്റ്റ്. നമുക്കൊരു സിസ്റ്റത്തിനകത്ത് ഒരു 3 സിസ്റ്റം അല്ലെങ്കിൽ 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഒരു സിംഗിൾ PC-ക്കകത്ത് 3 സിസ്റ്റം യൂസ് ചെയ്യുന്നതിന് പകരം ഒരു സിംഗിൾ സിസ്റ്റത്തിനകത്ത് 3 OS എടുക്കണം. നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് പോലെ ഒരു 3 OS സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് സ്ക്രീനിലുണ്ട്. അത് കൊള്ളാം, അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. 3 PC ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒറ്റ സിംഗിൾ PC-യിലോട്ട് ട്രാൻസിഷൻ ചെയ്യാൻ എളുപ്പമാണ്. അതേപോലെ തന്നെ ഡെവലപ്പിംഗും കോഡിങ് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ PCs നമുക്ക് ഉദ്ദേശിക്കുന്നത് 30-35 റേഞ്ചിൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ളതിനാണ്. മാക്സിമം പെർഫോമൻസ് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്. ഇപ്പൊ കോഡിങ്ങിനൊക്കെ ആണെങ്കിൽ നമുക്ക് 30-35 റേഞ്ച് അത്യാവശ്യം മതിയാവും. കാരണം വിൻഡോസിൽ ഇപ്പൊ ചെറിയ രീതിയിൽ വിൻഡോസ് ഡെവലപ്പർ ആണെങ്കിൽ അങ്ങനെ, ഇപ്പോൾ
നമുക്ക് ആ ഉബുണ്ടുവിൽ നമുക്ക് ഷെല്ല് യൂസ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മതിയാവും. ടെർമിനൽസ് പക്ഷേ നമ്മൾ റേറ്റ് കൂടുന്നതും എഡിറ്റിംഗിന് ഇപ്പോൾ എഡിറ്റിംഗ് റെൻഡറിങ് FCP യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളവർ അതിനനുസരിച്ചുള്ള ഗ്രാഫിക്സ് കാർഡ് നമുക്ക് എടുക്കേണ്ടി വരും. പിന്നെ ഇതിലൊരു ഡ്രോബാക്ക് ചിലപ്പോൾ വരാൻ ചാൻസ് ഉള്ളത്, നമുക്ക് AMDയുടെ കാർഡാണ് ഇതിപ്പോൾ ആപ്പിളിൻ്റെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ പ്രീമിയർ പ്രോയിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ക്യൂഡ കോഴ്സ് അതിൽ വരുന്നില്ല. ഓക്കെ, പക്ഷെ അത് എന്തായാലും നിങ്ങൾക്ക് 3 OS ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് പ്രൈസ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും. 3 അല്ല, നമുക്ക് 4-5 OSും ചെയ്യാം. കാരണം ലിനക്സിന് വേറെ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് അവൈലബിൾ ആണ്. ലിനക്സിന്റെ മിന്റ്, കാലി ലിനക്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതെല്ലാം നമുക്കൊരു സിംഗിൾ സിസ്റ്റത്തിൽ ഇടാൻ പറ്റും. അതേപോലെ ഇപ്പോൾ ആൻഡ്രോയിഡ് OSന് ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഫീനിക്സ് OS അവൈലബിൾ ആണ്, അതേപോലെ പല OSകളും ഉണ്ട്. അതും വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അതായത് ഒരു വെറൈറ്റി എന്തൂസിയാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹരിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ നിങ്ങൾ ഹരിയായിട്ട് പോയി നമ്മൾ OS എങ്ങനെ ചെയ്യുന്നു, അതൊക്കെ സക്സസ് ആണോ ഇല്ലേ എന്നൊക്കെ അറിയാനായിട്ട് ഹരിജീനായിട്ട് കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും പ്രശാന്ത് വിത്ത് ഹരിജി സൈനിങ് ഔട്ട്.